ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ അടുത്ത പോമാണ് ബിഫോർ യു കെയിം ബൈ ഫാസ് അഹമ്മദ് ഫാസ്. പോയിറ്റ് പാകിസ്ഥാനി പോയിട്ടാണ്. ആൻഡ് ദ മേജർ തീം ഓഫ് ദ പോം ഇസ് ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ലവ്. അതായത് ലവ് എന്നുള്ള ഫീലിംഗ് കൊണ്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ തോട്ട്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ഈ കവിതയിലൂടെ കവി അഡ്രസ്സ് ചെയ്യുന്നത്. നമുക്ക് നേരെ കവിതയിലേക്ക് പോവാം. Before you came, things were as they should be. The sky was the dead end of sight. The road was just a road. Wine, merely wine. ആദ്യം തന്നെ നമ്മൾ കവിതയിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ലൈൻ തന്നെ പറയുന്നത് നമുക്കൊരു ഫ്ലാഷ് ബാക്കാണ് തരുന്നത്. എന്ത്, അതായത് ആരോടോ കവി പറയുകയാണ് നീ വരുന്നതിന് മുൻപ്. അപ്പോൾ അവർക്കൊരു ഫ്ലാഷ് ബാക്കിൻ്റെ സെൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അഡ്രസ്സ് ചെയ്ത് പറയുന്നത് ആരെയാണ്? ലവറിനെ തന്നെയാണ്. ഇപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന ലവറാണ്. അപ്പോൾ അവരോട് പറയുന്നത് എന്താ, നിങ്ങൾ വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്കൊരു പാസ്റ്റിനെ കുറിച്ചൊരു വ്യൂ ആണ് നമുക്ക് തരുന്നത്. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? തിങ്സ് വർ ആസ് ദേ ഷുഡ് ബി. എങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. ദ സ്കൈ വാസ് ഡെഡ് എൻഡ് ഓഫ് സൈറ്റ്. ദ റോഡ് വാസ് ജസ്റ്റ് റോഡ്. വൈൻ മിയർലി വൈൻ. എല്ലാം അതേപോലെ ഉണ്ടായിരുന്നത്. സ്കൈ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം എന്ന് പറയുന്നത് ആകാശം തന്നെയായിരുന്നു. റോഡുകൾ റോഡ് തന്നെയായിരുന്നു. വൈൻ എന്ന് പറയുന്നത് വൈൻ തന്നെയായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ നൗ, അപ്പോൾ ഇനി നമ്മൾ പ്രസൻറ്റിലേക്ക് വന്നു. പാസ്റ്റിൽ നിന്ന് നമ്മൾ പ്രസൻറ്റിലേക്ക് വന്നു. ഇപ്പം ലവർ വന്നതിന് ശേഷം എങ്ങനെയാണെന്ന് പറഞ്ഞത്. നൗ എവറിത്തിങ് ഇസ് ലൈക്ക് മൈ ഹാർട്ട്. അതായത് ഇപ്പോൾ ഈ പ്രസൻറ്റിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? പോയിറ്റിൻ്റെ മനസ്സിനോടാണ്, ഹൃദയത്തിനോടാണ്. ഒരു സിമിലയാണത്. എവറിത്തിങ് ഇസ് ലൈക്ക് യൂസ് ചെയ്തുകൊണ്ട് എവറിത്തിങ് ഇസ് ലൈക്ക് മൈ ഹാർട്ട്. എ കളർ അറ്റ് ദ എഡ്ജ് ഓഫ് ബ്ലഡ്. ദ ഗ്രേ ഓഫ് യുവർ ആബ്സെൻസ്. ദ കളർ ഓഫ് പോയ്സൺ ഓഫ് തോൺസ്. The gold when we meet, the season ablaze, the yellow of autumn, the red of flowers, of flames, and the black when you cover the earth with the coal of dead fires. ഈ സ്റ്റാൻസയിൽ ഒത്തിരി കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി ഇമേജറി ആണ്. അതായത് എന്തൊക്കെയുണ്ട്? ഗോൾഡ്, യെല്ലോ, റെഡ്, ബ്ലാക്ക്, ഗ്രേ എന്നൊക്കെ, അതെല്ലാം ഇമേജറിയാണ്. കളർ ഓഫ് പോയ്സൺ, ഓഫ് തോൺസ് എന്നൊക്കെ പറയുന്നത്. സീസൺ അബ്ലേസ്, അതെന്താ കാണിക്കുന്നതെന്നറിയോ? അതായത് ബ്ലഡിൻ്റെ കളർ എന്ന് പറയുന്നത് എന്താ? റെഡ് ഈസ് ദ കളർ ഓഫ് പാഷൻ. അതേപോലെ തന്നെ പെയിൻ. സോ എ കളർ അറ്റ് ദ എഡ്ജ് ഓഫ് ബ്ലഡ് എന്ന് പറയുമ്പം ആ ലൈഫിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ദ ഗ്രേ ഓഫ് യുവർ ആബ്സെൻസ് ആണ്. ഗ്രേ എന്ന് പറഞ്ഞാൽ ആ ഡൾനെസ് ആണ്. നീ ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഡൾനെസ്. ദ കളർ ഓഫ് പോയ്സൺ, ഓഫ് തോൺസും പോയ്സണും ഒക്കെ നമുക്ക് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ഡിസ്കംഫേർട്ടിനെ, അതുപോലെ തന്നെ പെയിനിനെ ആണ് സിംബലൈസ് ചെയ്യുന്നത്. അതിനെ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത്? അതായത് നിൻ്റെ ആബ്സെൻസ്, അതായത് നീ ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ പെയിനും ആ ഡൾനെസ്സും ആ എന്താ പറയുന്നത് ഡിസ്കംഫർട്ടിനെയൊക്കെ എന്തിനോടാണ് കോൺട്രാസ്റ്റ് ചെയ്യുന്നത്? ദ ഗോൾഡ് വെൻ വി മീറ്റ്, ദ സീസൺ അബ്ലേസ്. അതായത് നമ്മൾ ഗോൾഡ് എന്നുള്ളത് ഒരു ബ്രൈറ്റ്നെസ്സിനെ, ആ വാല്യൂ, പ്രഷ്യസ് ആയിട്ടുള്ളതിനെ കാണിക്കുന്നതാണ്. ദ സീസൺ അബ്ലേസ് എന്നുള്ളത് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ബ്രൈറ്റ് ആയിട്ട് ബേൺ ആവുക എന്നുള്ളതാണ്. ആ ബ്രൈറ്റ്നെസ്സിനെയാണ് കാണിക്കുന്നത്. ദ യെല്ലോ ഓഫ് ഓട്ടം സീസണെ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു കളർ യെല്ലോ ആണ്. ആ വീഴുന്ന ഇലകളുടെ കളറിനെയാണ് നമ്മൾ കാണിക്കുന്നത്. ദ റെഡ് ഓഫ് ഫ്ലവേഴ്സ്, ദ ഫ്രഷ്നെസ്. അതേപോലെ തന്നെ റെഡ് ഒരേ സമയം പെയിനെയും അതുപോലെ തന്നെ ലവിനെയും പാഷനെയും ഒക്കെ കാണിക്കുന്ന കളറാണ്. ഓഫ് ഫ്ലെയിംസ്, വീണ്ടും ബേണിംഗ് ബ്രൈറ്റ് ഫ്ലെയിംസ്. ആൻഡ് ദ ബ്ലാക്ക് വെൻ യു കവർ ദ എർത്ത് വിത്ത് ദ കോൾ ഓഫ് ഡെഡ് ഫയേഴ്സ്. കോൺട്രാസ്റ്റാണ് കാണിക്കുന്നത്. അതായത് നീ ഇല്ലാത്തപ്പോഴും നീ ഉള്ളപ്പോഴും എങ്ങനെയാണെന്നുള്ളതാണ്. നീ ഇല്ലാത്തപ്പോൾ ഗ്രേ ആണ്. അതേപോലെ ലാസ്റ്റ് ലൈനിൽ പറയുന്നത് ബ്ലാക്ക് വെൻ യു കവർ ദ എർത്ത് വിത്ത് ദ കോൾ ഓഫ് ഡെഡ് ഫയേഴ്സ്. അത് ബേസിക്കലി കാണിക്കുന്നത് എന്തിനാ? ആ ഡാർക്ക്നെസ്സിനെ. നീ ഇല്ലാത്തപ്പം നിൻ്റെ ആബ്സെൻസ് ഉണ്ടാക്കുന്ന ഒരു ഡാർക്ക്നെസ്, ഡെത്ത്. ഈ കോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കത്തി തീർന്നിട്ടാണ്. അതായത് വൺസ് എന്തോ ബ്രൈറ്റായിട്ട് കത്തിയിരുന്നു, അതിന് ശേഷമാണ് അത് കോളായി മാറുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ആ ഡാർക്ക്നെസ്, ഗ്രേ, പോയ്സൺ, തോൺസ്, ഇതെല്ലാം ആബ്സെൻസിനെയാണ്. പിന്നീട് അതിനെ എന്തിനോടാണ് കോൺട്രാസ്റ്റ് ചെയ്യുന്നത്? ഗോൾഡ്, ബ്രൈറ്റ്നെസ്, യെല്ലോ, റെഡ് ഓഫ് ഫ്ലവേഴ്സ്, ഫ്ലെയിംസ്. പിന്നീട് വീണ്ടും കവി എന്തിലേക്കാണ് വരുന്നത്? നമ്മൾ ആദ്യം കണ്ട 3 ഇമേജസ് ഉണ്ടായിരുന്നു. അതായത് സ്കൈ, റോഡ്, വൈന്. അതിനെ വീണ്ടും കവി പറയുകയാണ് അതിനെന്ത് മാറ്റം ഉണ്ടായി എന്നുള്ളത്. ഈ ലൈനുകളെല്ലാം സിംബൽസാണ്. ആൻഡ് ദ സ്കൈ, ദ റോഡ്, ദ ഗ്ലാസ് ഓഫ് വൈൻ. ദ സ്കൈ ഈസ് എ ഷർട്ട് വെറ്റ് വിത്ത് ടീയേഴ്സ്. ദ റോഡ് എ വെയിൻ അബൌട്ട് ടു ബ്രേക്ക്. ആൻഡ് ദ ഗ്ലാസ് ഓഫ് വൈൻ എ മിറർ ഇൻ വിച്ച് ദ സ്കൈ, ദ റോഡ്, ദ വേൾഡ് കീപ് ചേഞ്ചിങ്. അതായത് സ്കൈക്കൊരു സോറോ ഫിൽഡ്, ഇമോഷണലി എൻടാങ്കിൾഡ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് സ്കൈ മാറി. സ്കൈ നേരത്തെ എന്തായിരുന്നു? വെറും സ്കൈ മാത്രമായിരുന്നു. റോഡ് എന്ന് പറയുന്നത് എന്തായി? എ വെയിൻ അബൌട്ട് ടു ബ്രേക്ക്.
എപ്പോഴും ഇങ്ങനെ ഫ്രജൈലായിട്ടുള്ള വൾണറബിലിറ്റിയെ കാണിക്കുന്ന ഒരു ഇതായിട്ട് റോഡ് മാറി. അതേപോലെ തന്നെ ഗ്ലാസ് എന്തായി, ഗ്ലാസ് ഒരു മിററായി, ഇൻ വിച്ച് ദ സ്കൈ, ദ റോഡ്, ദ വേൾഡ് എല്ലാം കീപ് ചേഞ്ചിങ്. അപ്പോൾ കവി എന്താ പറയുന്നത്, ഡോണ്ട് ലീവ് നൗ ദാറ്റ് യു ആർ ഹിയർ, സ്റ്റേ. സോ ദ വേൾഡ് മേ ബിക്കം ലൈക്ക് ഇറ്റ് സെൽഫ് അഗെയിൻ. സോ ദ സ്കൈ മേ ബി ദ സ്കൈ, ദ റോഡ് എ റോഡ്, ദ ഗ്ലാസ് ഓഫ് വൈൻ നോട്ട് എ മിറർ, ജസ്റ്റ് എ ഗ്ലാസ് ഓഫ് വൈൻ. അതുകൊണ്ട് തന്നെ നീ ഇവിടെ വന്നതുകൊണ്ട് തന്നെ നീ സ്റ്റേ ചെയ്യൂ, നീ പോവരുത്, നീ എന്നെ വിട്ട് പോവാതിരിക്കുക. എന്തിനു വേണ്ടി, ഈ ഉണ്ടായ മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ വന്നിട്ടുള്ള എന്താ പറയുന്നത്, അവരുടെ പ്രസൻസ് ഉണ്ടാക്കിയ ആ മാറ്റങ്ങളെല്ലാം അവിടെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ആ ട്രാൻസ്ഫോർമേഷൻസ്, ഇമോഷണലി റിച്ചായിട്ടുള്ള, അവൾ വന്നതുകൊണ്ട് തന്നെ ഇമോഷണലി റിച്ചായി വന്ന മാറ്റങ്ങളുള്ള ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ നിൽക്കട്ടെ, അതുകൊണ്ട് തന്നെ നീ ഇനി പോവരുത് എന്നുള്ളതാണ് കവി പറഞ്ഞു വെക്കുന്നത്. അതായത് ആ സ്കൈക്കും റോഡിനും അതുപോലെ തന്നെ വൈനും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഇമോഷണൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. എങ്ങനെയാണ് അതുണ്ടായത്, ഈ ലവറിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം അവർക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റട്ടെ. അതെല്ലാം ഉണ്ടാക്കിയത് ലവ് എന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ലവറിൻ്റെ പ്രസൻസ് ഉണ്ടാക്കിയ മാറ്റങ്ങളാണ്. അതെല്ലാം നിലനിൽക്കട്ടെ എന്നുള്ളതാണ് കവി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ കവിതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഇമേജസും സിമ്പലും ഒക്കെ യൂസ് ചെയ്യുന്നൊരു കവിതയാണ്. ബ്ലഡ്, പോയ്സൺ, ഫയർ, ഇതെല്ലാം പാഷൻ, അതുപോലെ തന്നെ ലവ്, പെയിൻ, ലവ് ഉണ്ടാക്കുന്ന പെയിൻ, ഇതിനെല്ലാം കാണിക്കുന്നതാണ്. അതേ സമയത്ത് തന്നെ ലവ് ഉണ്ടാക്കുന്ന മാറ്റത്തെയാണ് ഈ സ്കൈ, റോഡ്, വൈൻ എന്നുള്ളതെല്ലാം കാണിക്കുന്നത്. അപ്പം ലവ് എന്നുള്ള കോൺസെപ്റ്റിന് ഉണ്ടാകുന്ന ഒരു ഡ്യുവാലിറ്റി ഉണ്ട്. അതായത് ലവ് ഒരേ സമയം തന്നെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ജോയും കൊണ്ടുവരുന്നു, ഹാപ്പിനെസ് കൊണ്ടുവരുന്നു, അതേപോലെ തന്നെ പെയിനും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ് അതിലെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്നൊരു പോയമാണെങ്കിലും ഒത്തിരി അധികം ഈ ഇമേജസും സിമ്പിൾസും ഒക്കെ യൂസ് ചെയ്തതുകൊണ്ടാണ് അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ബാക്കി പോംസ് ഞാൻ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും അതും കൂടെ ഒന്ന് കാണുക. താങ്ക് യു.